Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വിഭവം എന്ന് പറയുന്ന സാധാരണ എല്ലാ വീട്ടമ്മമാരുടെയും മെയിൻ പ്രശ്നമാണ് നമ്മുടെ ഉച്ചത്തെ ലഞ്ച് എന്നുള്ളത് അല്ലേ. കാരണം ഈ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ മക്കൾക്ക് പിടിക്കില്ല, അല്ലെങ്കിൽ കഴിക്കുന്നവർക്ക് എല്ലാ ദിവസവും സെയിം തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീട്ടമ്മമാരുടെയും കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ഉച്ചത്തെ കറി. അഥവാ നമ്മളിപ്പോൾ ഒരു കറിയും തോരനൊക്കെ ചെയ്ത് വെച്ചു, അപ്പോഴായിരിക്കും ഒരു ഗസ്റ്റ് നമുക്ക് കയറി വരുന്നത്. അപ്പോൾ എന്ത് പറ്റും? പിന്നെ നമുക്ക് ടെൻഷനായി, ഈശ്വര നമ്മൾ എന്ത് ചെയ്ത് ഇനി അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അപ്പോൾ ആ കറികളുടെ എണ്ണം കൂട്ടണ്ടേ. അപ്പോൾ അങ്ങനെ കറികളുടെ എണ്ണം കൂട്ടാൻ പറ്റിയത് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഒരു 3 ഐറ്റം വെച്ചിട്ടുള്ള ഒരു ഇതാണ് മുട്ട കൊണ്ടുണ്ടാക്കുന്ന 3 സാധനം. മുട്ട വേണം, ഉള്ളി വേണം, ഒന്ന് സവാള ഉള്ളി എടുക്കാം. സവാള ഉള്ളി ഇപ്പം നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തൊക്കെ അരിഞ്ഞെടുക്കാമെന്ന് വെച്ചാൽ പോസിബിൾ അല്ല. അതുകൊണ്ട് സവാള ഉള്ളി, ചെറിയ ഉള്ളിക്ക് ഇനി സമയമുണ്ട്, നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി എടുത്തുകൊണ്ട് യാതൊരു തെറ്റുമില്ല, പക്ഷേ ഇത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വറ്റൽമുളക്, പൊടിച്ച വറ്റൽമുളക്, ഈ 3 കൂട്ടം ഉണ്ടെങ്കിൽ, പിന്നെ മുളകും കൂടെ ഉപ്പുണ്ട്, എണ്ണ വറുക്കാനുള്ളൊരു എണ്ണയും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ലഞ്ചിൻ്റെ മുട്ട. മുട്ട പലതരത്തിൽ നമ്മൾ മുട്ടക്കറിയായിട്ടും അല്ലെങ്കിൽ മുട്ട ബുൾസൈ ആയിട്ടും എല്ലാ തരത്തിലും നമ്മൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഇതുപോലെ മുട്ട വേവിച്ചെടുത്തതിന് ശേഷം ഒരു മുട്ട വറുത്തതെന്നോ അല്ലെങ്കിൽ മുട്ട മെഴുക്കുവരട്ടി ആക്കിയെന്നോ എന്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കതിനെ വിളിക്കാം. ഞാനതിനെ മുട്ട വറുത്തതെന്നൊക്കെയാണ് വിളിക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഏറ്റവും എളുപ്പം ഗസ്റ്റുകൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടയുടെ വിഭവം. പോകാം വീഡിയോയിലേക്ക്. നമ്മൾ മുട്ട വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള മുട്ട ആദ്യം വേവിച്ചെടുത്ത് ഒരു 4 മുട്ട ഞാൻ നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വെച്ചു. ബോയിൽ ചെയ്യാൻ വയ്ക്കുന്ന സമയം കൊണ്ട് സവാള ഉള്ളി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് അടുത്ത പരിപാടി, സവാള ഉള്ളി അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മുട്ട മുട്ട മെഴുക്കുവരട്ടിയോ മുട്ട വറുത്തതോ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി മുട്ട, ഉള്ളി, വറ്റൽമുളക് പൊടിച്ചത്, ഇത് ഇത്രയും 3 ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ മെഴുക്കുവരട്ടി റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ പോകാം അടുത്ത സ്റ്റെപ്പിലേക്ക്. ചീനച്ചട്ടി വയ്ക്കുന്നു, അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നാടൻ വിഭവമാണ്, അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനുശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഉള്ളി ചേർക്കുന്നു. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കണം, നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, സമയമൊക്കെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന സമയം, അത്രയും ഒരു സമയം മാത്രമാണ് നമുക്ക് ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ഉള്ള സമയം എന്ന് പറയുന്നത്. കാരണം മുട്ട വേവിച്ച് വയ്ക്കുക, അതുപോലെ തന്നെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്ന ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ എളുപ്പം ഗസ്റ്റുകൾക്ക് വരുമ്പോൾ പെട്ടെന്ന് സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഉള്ളി ഒരുമാതിരി ഗോൾഡൻ കളറിനോട് എത്തിയിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് നമ്മൾ എന്ത് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് വച്ചിരിക്കുന്ന വറ്റൽമുളക് ചതച്ച് വെച്ചിരുന്ന, ആദ്യം നമ്മൾ വറ്റൽമുളക് ഉള്ളിയുടെ കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം മുളകൊന്ന് മൂത്ത് പോവും, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും, അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇടുകയുള്ളൂ. ചില്ലി ഫ്ലേക്സും ഒന്ന് റെഡി ആയതിന് ശേഷം ഈ സമയത്ത് വേണം കുറച്ചുകൂടി സ്പൈസി ഇഷ്ടമാണെന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ യൂസ് ചെയ്യാം. അല്ലാതെ വേറൊന്നും ഇതിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടില്ല. കുറച്ചുകൂടി സ്പൈസിയൊക്കെ ചിലർക്ക് ഭയങ്കര സ്പൈസി അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടം കൂടുതലുള്ള ആൾക്കാർക്ക് നമ്മുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും. ബാക്കി ഇതിനകത്ത് വേറെ മസാല അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ചേർക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മുട്ടയുടെ ഉള്ളിയുടെയൊക്കെ തനതായിട്ടുള്ള ഒരു ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല. എടുത്തു വച്ചിരിക്കുന്ന മുട്ട 2ആയിട്ടൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ടയുടെ ഉള്ളിലേക്ക് മസാലകൾ ഇറങ്ങാൻ എളുപ്പമുണ്ട്. അതിനാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇനി കട്ട് ചെയ്യണ്ട എന്നുള്ളവർക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് ഇതുപോലെ വരഞ്ഞിട്ടാലും മതി. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇതിനകത്തേക്ക് മസാല, ഈ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ ഇവിടെ ഇഷ്ടം കൂടുതലായത് കാരണം ഇതെല്ലാം ഒന്ന് ഈ ഉള്ളിയിലിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഞാനിത് 2ആയിട്ട് കീറിയിട്ടുണ്ട്. ഉള്ളിയും മുളകും നന്നായിട്ട് ഫ്രൈ ആയി, നല്ല ഭംഗിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശകലം വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ ഇതിനകത്ത് 2 സൈഡിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് കുറച്ച്
എണ്ണ കൂടി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടകളെല്ലാം സിമ്മിലായിരിക്കണം കേട്ടോ സ്റ്റൗ സിമ്മിലാക്കിയിട്ടതിന് ശേഷമേ ചെയ്യാവുള്ളൂ. ശേഷം ഈ മുട്ടകളെല്ലാം കമത്തി ഇതിനകത്തേക്ക് എടുത്ത് വയ്ക്കണം. എടുത്ത് വെച്ച് ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മളുടെ ആ മുട്ടയുടെ കമത്തി വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അതിനുശേഷം ഒന്ന് മറിച്ചിട്ടേക്കുക. കുത്തി ഇളക്കരുത്. ഇപ്പോഴത്തെ കാര്യം നമ്മൾ മുട്ട ഇട്ടതിന് ശേഷം കുത്തി ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മുട്ടയുടെ ഉണ്ണിയും വെള്ളപ്പാർട്ടും വേറെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുത്തി ഇളക്കാതെ പതുക്കെ ഒന്ന് തിരിച്ചിടുക. 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഉള്ളി, മുളക്, ആ വെളിച്ചെണ്ണ എല്ലാം കൂടി ശരിക്കും മിക്സായി അതിനകത്ത് വേറൊരു ടേസ്റ്റ് കറക്റ്റായിട്ട് ഇതിന് വരും. അങ്ങനെ നമ്മൾ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളുടെ മുട്ട മസാല അല്ലെങ്കിൽ മുട്ട മെഴുക്കുപുരട്ടി, മുട്ട വറുത്തത് എന്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം, ആ ഒരു സംഭവം നമ്മൾ സെക്കൻഡുകൾക്കുള്ളിൽ തയ്യാറാക്കി. ആകെ മുട്ട വേവിക്കുന്ന ഒരു സമയം, ഉള്ളി അരിഞ്ഞെടുക്കുന്ന ഒരു സമയം, ഇതിനപ്പുറത്തേക്ക് വേറെ യാതൊരു സമയം വേണ്ട. ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിച്ചിരിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന, ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാവുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്കുപുരട്ടി. അങ്ങനെ നമ്മൾ മുട്ട വെച്ച് ഈ മുട്ട, ഉള്ളി, മുളക് ഇതെന്തായാലും നമ്മളുടെ വീട്ടിൽ ഫ്രിഡ്ജിലുണ്ടാവും. എങ്ങനെയൊക്കെ നോക്കിയാലും ഈ 3 ഐറ്റം നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള, അത് ഈ ബാച്ചിലേഴ്സിനാണെങ്കിലും ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ വിഷമിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്കും എല്ലാം പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി. അത് ഇത്രയും സാധനം, വളരെ കുറച്ച് സാധനം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാരണം അതിനകത്ത് നോ കോംപ്രമൈസ് ആ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. കാരണം നമുക്ക് ആ ഉള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ രുചിയും അതിൻ്റെ മുട്ടയുടെ ഒരു ടേസ്റ്റ് എന്ന് വരുമ്പോൾ കിടുവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കാരണം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും അതെനിക്ക് ഏറ്റവും വാല്യുബിളാണ്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടുമുള്ള സ്നേഹം, അതുപോലെ തന്നെ മുമ്പോട്ടും എല്ലാവരും ചാനൽ കണ്ടു കഴിഞ്ഞ് വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് സജഷൻസ് ആണെങ്കിലും ചെയ്ത് നോക്കാനുള്ള ഒരു, ഞാൻ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഇതുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് നല്ലത് അല്ലെങ്കിൽ എനിക്ക് ടേസ്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനകത്തെല്ലാം എൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ റെസിപ്പി നിങ്ങളിവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത ശേഷം എനിക്ക് എൻ്റെ ഇതിനകത്തൊന്ന് അപ്ലോഡ് ചെയ്താൽ കൂടുതൽ ഹാപ്പി. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ്. നമ്മളുടെ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ചെറിയ ഐറ്റംസ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നാടൻ ഐറ്റംസ് ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും എനിക്കറിയാവുന്നതായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.